ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം ഈ ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറാൻ അവസരം വന്നിരിക്കുകയാണ്. വെള്ള നീല റേഷൻ കാർഡുകൾ ഉള്ളവരിൽ അർഹരായവർക്ക് മുൻഗണനാ കാർഡായ പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ 2-ാം തീയതി മുതൽ ഇതിനായുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു. ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി സിറ്റിസൺസ് ലോഗിൻ പോർട്ടലായ e-citizen.civilsupplieskerala.gov.in വഴിയോ അപേക്ഷ നൽകാം. കാർഡിലെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തി അപേക്ഷിക്കണം. നിലവിൽ മുൻഗണനാ കാർഡുകാർക്കാണ് കൂടുതൽ റേഷൻ വിഹിതം സൗജന്യ നിരക്കിൽ ലഭിക്കുന്നത്. നീല വെള്ള കാർഡുകൾക്ക് കുറവ് വിഹിതങ്ങളാണ് ലഭിക്കുന്നത്. ചികിത്സാ ആനുകൂല്യങ്ങൾക്കും മറ്റ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഈ മുൻഗണനാ കാർഡുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ 42 ലക്ഷം മുൻഗണനാ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത്. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രമാണ് മുൻഗണനാ കാർഡുകൾ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ അനുസരിച്ച് നൽകുന്നത്. അതിനാൽ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വന്നാൽ മാത്രമേ കൂടുതൽ പേർക്ക് മുൻഗണനാ കാർഡ് നൽകുവാൻ സാധിക്കൂ. മാത്രമല്ല, അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്ന് നിരവധി പരിശോധനകളിലൂടെ കാർഡുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അത്തരത്തിലൊക്കെ കാർഡിൽ ഒഴിവ് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഓൺലൈൻ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നത്. ഇനി മുൻഗണനാ കാർഡിൽ അംഗമാകുന്നതിന് ആർക്കൊക്കെ അർഹതയുണ്ടെന്ന് നോക്കാം. പരമ്പരാഗത അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ, തദ്ദേശ വകുപ്പിൻ്റെ BPL പട്ടികയിലുള്ളവർ, ആശ്രയ പദ്ധതി അംഗങ്ങൾ, സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ, കുടുംബാംഗങ്ങൾ, HIV പോസിറ്റീവ്, ക്യാൻസർ ബാധിതർ, ഓട്ടിസമുള്ളവർ, ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ, എൻഡോസൾഫാൻ ബാധിതർ, വൃക്കയോ ഹൃദയമോ മാറ്റിവച്ചവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, പക്ഷാഘാതവും മറ്റും മൂലം കിടപ്പിലായവർ എന്നിങ്ങനെയുള്ളവർക്കും നിർധന നിരാലംബ സ്ത്രീയോ വിധവയോ അവിവാഹിത അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗൃഹനാഥയായ കുടുംബാംഗങ്ങൾക്കും അർഹതയുണ്ട്. ഇത്തരത്തിൽ മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ അപേക്ഷിക്കുന്നതിന് വേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. അർഹതയുള്ളവർ വീടിൻ്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, സ്ഥലത്തിൻ്റെ 2025 വർഷത്തെ നികുതി രസീത്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രം, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ, ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് എന്നിവയില്ലാത്തവർ, അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം, പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ്, മാരക രോഗങ്ങളുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കണം. ഈ മാസം 15-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.